ഫോക്കസ് മീഡിയ ക്രൈം ഡെസ്കിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് പാമ്പ് കടിയേറ്റ് മരിക്കുന്നവരുടെ എണ്ണം കൂടുകയാണ്. എന്തുകൊണ്ടാണ് ഈ മരണങ്ങൾ സംഭവിക്കുന്നത്? നമുക്ക് പരിശോധിക്കാം. മാലൂരെ പാമ്പ് കടിയേറ്റ് 3 ജീവനുകളാണ് പൊലിഞ്ഞിട്ടുള്ളത്. അതിൽ 2 വിദ്യാർത്ഥികളും ഒരു യുവതിയുമാണ് മരണപ്പെട്ടിട്ടുള്ളത്. ഈ മരണങ്ങൾ സംഭവിക്കുന്ന ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം ആൻറ്റിവെനം കൃത്യമായി കൊടുക്കാത്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ മരണങ്ങളെല്ലാം സംഭവിച്ചിട്ടുള്ളത്. അത് കായംകുളത്തെ മരണത്തെക്കുറിച്ച് പറയുമ്പം ആ വീട്ടമ്മ മരിച്ചത്, ആ വീട്ടമ്മയെ കടിച്ച പാമ്പ് ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്തതുകൊണ്ട് ആ ആൻറ്റിവെനം എടുക്കാൻ പറ്റാത്തതിൻ്റെ സാഹചര്യത്തിലാണ് അവർ മരണപ്പെട്ടത് എന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. ഇപ്പോൾ തന്നെ ഈ 3 മരണം കൃത്യമായിട്ട് ചികിത്സ ലഭിക്കാത്തതുകൊണ്ടാണോ? ചികിത്സ ലഭിക്കാത്തത് കൊണ്ടൊന്നുമില്ല, കൃത്യമായ ചികിത്സ കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് മരണം എടുക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് 8 വയസ്സുകാരനായ ആ കുട്ടിയെ കൊണ്ടുവരുന്നു. പക്ഷേ അവർ കൃത്യമായിട്ട് അറിയുന്നില്ല ഇത് പാമ്പ് കടി ഏറ്റതാണോ എന്നുള്ള കാര്യം. അപ്പോൾ അവർ ബ്ലഡ് ലാബിലേക്ക് അയച്ചു റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നു. സമയം പോവുകയാണ്, ടൈം ഒരുപാട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരു വ്യക്തിയുടെ ശരീരത്തിലേക്ക് പാമ്പിൻ്റെ കടിയേറ്റ് ബൈറ്റേറ്റ് വെനം ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇത്ര മണിക്കൂറിനുള്ളിൽ ആൻറ്റിവെനം കൊടുക്കണം എന്നുള്ളതാണ്. ഹോസ്പിറ്റലിൽ എത്തിക്കുക, ആൻറ്റിവെനം കൊടുക്കുക, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പരിഭ്രാന്തരാക്കാതിരിക്കുക. പ്രത്യേകിച്ച് ആ കടിയേൽക്കുന്ന സമയത്ത് ഒരു കാരണവശാലും ഈ കടിയേൽക്കുന്ന ആളിനെ ഭയപ്പെടുത്താതിരിക്കുക, അത് കൃത്യമായി നടപ്പാക്കുക. പിന്നെ അതിന് ശേഷം ആൻറ്റിവെനമുള്ള ഹോസ്പിറ്റലിലേക്ക് ഈ രോഗിയെ എത്തിക്കുക എന്നുള്ളത്. 2025 ഏപ്രിൽ മുതൽ 2026 ഏപ്രിൽ വരെ സംസ്ഥാന മരണനിരക്കുണ്ട് 19 പേരാണ് മരണപ്പെട്ടിട്ടുള്ളത്. നമ്മളെന്തുകൊണ്ടാണ് ഈ ഒരു ചർച്ച എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു അവബോധം ജനങ്ങൾ സൃഷ്ടിക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ പാമ്പിൻ്റെ റെസ്ക്യൂ ഓപ്പറേഷൻ ചെയ്യുന്ന പ്രേം അദ്ദേഹത്തോട് ചോദിച്ചറിയാം. സാറേ, ഈ ഇന്നിപ്പോ പോലും അവസാന ഘട്ടങ്ങളിൽ കുളത്തൂപ്പുഴ അടക്കമുള്ള പ്രദേശങ്ങളിൽ പോലും പാമ്പിനെ പിടിക്കുന്ന വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് സാറിന് പൊതുജനങ്ങളോട് പറയാനുള്ളത്? സാറേ, ഇതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാല് പാമ്പുകൾ പൊതുവെ ആൾക്കാർ പറയുന്നത് ചൂടാവുമ്പോൾ പുറത്തിറങ്ങുമെന്ന്. പക്ഷെ അതില് ഒട്ടും ആഗ്രഹിക്കുന്ന ഒരു ജീവിയല്ല. മനുഷ്യൻ ചൂടാവുമ്പോൾ വിയർക്കുന്ന ആന്തരികാവങ്ങൾ ചൂടാവുമ്പോഴാണ് നമ്മുടെ ശരീരം അങ്ങനെ തണുപ്പിക്കാൻ വേണ്ടിയാണ് വിയർക്കുന്നത്. കാരണം നമുക്ക് വിയർപ്പ് ഗ്രന്ഥികളുണ്ട്, പാമ്പുകൾക്ക് വിയർപ്പ് ഗ്രന്ഥികളില്ല. അതുകൊണ്ട് തന്നെ ചൂട് ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു ജീവിയാണ് പാമ്പ്. പക്ഷെ ഈ ചൂട് സഹിക്കാൻ പറ്റാതാകുമ്പോഴത്തേക്ക് അവർ വെള്ളം തേടി, അതോടൊപ്പം തന്നെ തണുപ്പ് തേടി അങ്ങനെയുള്ള സ്ഥലങ്ങളിലോട്ട് കൂടുതലായിട്ട് പുറത്തിറങ്ങും. പൊതുവെ പാമ്പുകൾ പുറത്തിറങ്ങുന്ന 3 കാര്യങ്ങൾക്കാണ്, അല്ലെ 4 കാര്യങ്ങൾക്കാണ്. ഒന്നെന്ന് പറഞ്ഞാൽ അതിന്റെ ഇര തേടി, ആഹാരം തേടിയിട്ട് 40 മുതൽ 60 ദിവസം കൂടുമ്പോഴാണ് പൊതുവെ പാമ്പുകൾ പുറത്തിറങ്ങുന്നത്. അത്യാവശ്യം വലിയ പാമ്പുകളൊക്കെയാണ്. കുഞ്ഞു പാമ്പുകളൊക്കെയാണെങ്കിൽ 10, 15, 20 ദിവസം കൂടുമ്പോഴായിരിക്കും പുറത്തിറങ്ങുന്നത്. പിന്നെ രണ്ടാമത്തേതായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അതിന്റെ പടം പൊഴിക്കാൻ 30 മുതൽ 45 ദിവസം കൂടുമ്പോഴത്തേക്ക് പാമ്പുകൾ അതിന്റെ സ്കിൻ ഷെഡ് ചെയ്യും. നമ്മുടെ എല്ലാവരുടെ ശരീരത്തിലെ കോശങ്ങൾ പൊഴിയുന്നത് പോലെ തന്നെ പാമ്പുകൾക്ക് അതിന്റെ വളർച്ചയ്ക്ക് അനുസരിച്ചിട്ട് പാമ്പുകൾ അതിന്റെ പടം പൊഴിക്കും. അത് 30 മുതൽ 45 ദിവസം കൂടുമ്പോഴാണ് പൊതുവെ അങ്ങനെ സംഭവിക്കാറുള്ളത്. 3 എന്ന് പറഞ്ഞാൽ ഇണ ചേരാനായിട്ട് വർഷത്തിൽ ഒരു തവണയാണ് ഇണ ചേരുന്നത്. പൊതുവെ വിഷപ്പാമ്പുകളൊക്കെ ഇണ ചേരുന്ന സമയങ്ങൾ എന്ന് പറഞ്ഞാൽ നവംബർ മുതൽ ഫെബ്രുവരി മാസം വരെയാണ്. ഒക്ടോബർ മുതൽ ഫെബ്രുവരി മാസം വരെയാണ് പൊതുവെ പാമ്പുകൾ ഇണ ചേരുന്നതായിട്ടുള്ള സമയം. 2 സാഹചര്യങ്ങളിലെ പാമ്പ് നമ്മളെ കടിക്കാറുള്ളൂ. ഒന്നെങ്കിൽ നമ്മൾ അതിനെ ചവിട്ടണം, അല്ലെ അതിരിക്കുന്നിടത്ത് കയ്യോ കാലോ കൊണ്ട് ചെല്ലണം. അല്ലാതെ പാമ്പുകൾ ഒരിക്കലും ഇങ്ങോട്ട് വന്ന് നമ്മളെ കടിക്കത്തില്ല. പക്ഷെ അതിന്റെ അടുക്കലോട്ട് നമ്മൾ ചെന്ന് കഴിയുമ്പോൾ ആകെ പാമ്പുകൾക്ക് 3 കാര്യങ്ങളാണ് ചെയ്യാൻ അറിയാവുന്നത്: ചീറ്റുക, ചുറ്റുക, കടിക്കുക. ഈ പാമ്പ് കടി ഏൽക്കുന്ന ഒരാളിനെ സംബന്ധിച്ച് പെട്ടെന്നൊരു ഫസ്റ്റ് എയ്ഡ് എന്നുള്ള നിലയിൽ എന്താണ് അദ്ദേഹത്തിന് കൊടുക്കേണ്ടത്? സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുക, മുറിവിന് മുകളിൽ വെച്ച് കെട്ടുക. ഇതൊന്നും ചെയ്തുകൂടാത്ത കാര്യങ്ങളാണ്. സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുക എന്ന് പറയുന്നത് പേവിഷബാധ, റാബിസ് വൈറസിനെ നമുക്ക് പ്രതിരോധിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ, പാമ്പ് കടിക്കുക എന്ന് പറഞ്ഞാൽ പാമ്പ് നമ്മുടെ സൂചി പോലെ നമ്മളുടെ മസിൽസിലോട്ടായിരിക്കും കൂടുതലും പാമ്പുകൾ അതിന്റെ വെനം ഇഞ്ചെക്ട് ചെയ്യുന്നത്. ഇതേപോലെ നമ്മുടെ രക്തത്തിൽ കലരുന്ന വിഷം പോകുന്ന അത്രയും എളുപ്പത്തിൽ നമ്മുടെ ടിഷ്യൂല് അല്ലെ നമ്മുടെ മസിൽസിൽ കയറിയ വെനം പോത്തില്ല. പക്ഷെ നമ്മൾ അവിടെ റബ്ബ് ചെയ്യുമ്പോൾ തടവി അവിടെ ഇരിക്കുന്ന വൈറസിനെ എല്ലായിടത്തോടെ സ്പ്രെഡ് ചെയ്യിക്കുക. അതുകൊണ്ട് അത് ചെയ്തുകൂടാത്തൊരു കാര്യമാണ് പാമ്പ് കടിച്ചാൽ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുക. പൊതുവെ ആൾക്കാർ ചെയ്യുന്നതാണ്, അവിടെ കടിച്ച് അവിടുന്ന് വിഷം ഊറിയെടുക്കാനായിട്ട് ശ്രമിക്കുക. അതും ചെയ്യരുത്. ഞെക്കി കളയുക.
നമ്മൾ കൈകൊണ്ട് ഞെക്കി കളയുന്നത് പാമ്പിന്റെ വിഷം ചെയ്യുന്നതും തെറ്റാണ്. അതോടൊപ്പം തന്നെ പൊതുവെ ആൾക്കാർ ചെയ്യുന്നതാണ് മുറിവ് വലുതാക്കുക, അതും ചെയ്തുകൂടാ. ചില ആൾക്കാരാണെങ്കിൽ മഞ്ഞൾ പൊടി ഇടാറുണ്ട്, കുരുമുളകിന്റെ ഇല വെക്കാറുണ്ട്, കുരുമുളക് വെക്കാറുണ്ട്. ഇതൊന്നും ചെയ്യരുത്. പാമ്പ് കടിയേറ്റാൽ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് ഇപ്പൊ പാമ്പ് നമ്മളെ ഒരു കടി കഴിച്ചു, വീണ്ടും കടി ഏൽക്കാതെ നമ്മൾ സുരക്ഷിതമായിട്ട് 3-4 സ്റ്റെപ്പ് മാറി അവിടെ കാലിലാണ് കടിക്കുന്നത്, കാല് നീട്ടി വെച്ചിരിക്കുക. കൈയിലാണ് കടിക്കുന്നതെങ്കിൽ കൈ ഹൃദയത്തിന് താഴെയായിട്ട്, തലയുടെ മേളിൽ കൊണ്ടുവരുന്നത് ഹൃദയത്തിന് താഴെയായിട്ട് വയ്ക്കുക. അതിനുശേഷം എത്രയും പെട്ടെന്ന് ആന്റി സ്നേക് പോളിവാലൻ വേണമെന്നാണ് സാറെ പറയുന്നത്. പോളി എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ അറിയാമല്ലോ. എന്ന് വെച്ചാൽ 4 പാമ്പുകൾ, 131 പാമ്പുകൾ ഇന്ന് കേരളത്തിൽ കാണുന്നുണ്ട്. അതിൽ 4 പാമ്പുകളുടെ കടിയേറ്റാണ് കേരളത്തിൽ മരണങ്ങൾ ഉണ്ടാകാറുള്ളത്. അത് മൂർഖൻ, അണലി, ശംഖുവരയൻ, രക്താണലി എന്നറിയപ്പെടുന്ന 4 പാമ്പുകൾ. ഇന്ത്യൻ സ്പെക്ടാക്കിൾഡ് കോബ്ര എന്നറിയപ്പെടുന്ന മൂർഖൻ പാമ്പ്. രണ്ടാമത്തെ എന്ന് പറയുന്നത് റസൽസ് വൈപ്പർ എന്നറിയപ്പെടുന്ന വൈപ്പറുടെ ഫാമിലിയിൽപ്പെടുന്ന അണലി, ഈ ചേനത്തന്നൊക്കെ വിളിക്കുന്ന പാമ്പുകൾ. മൂന്നാമത്തെ എന്ന് പറയുന്നത് ഈ ശംഖുവരയൻ, 8 അടി വീരൻ, 8 അടി മൂർഖൻ, ഈർക്കിലി മൂർഖൻ എന്നീ പേരുകൾ, ഒരുപാട് പേരുണ്ട്. ആ പേരുകൾ അറിയപ്പെടുന്ന ശംഖുവരയൻ പാമ്പ്. നാലാമത്തെ എന്ന് പറയുന്നത് രക്താണലി അല്ലെങ്കിൽ ഈർച്ചവാൾ ശൽക്കണലി എന്നറിയപ്പെടുന്ന ഈ പാമ്പാണ്. ഈ 4 പാമ്പുകളുടെ കടിയേറ്റാണ് കേരളത്തിൽ മരണങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ 4 പാമ്പിന്റെയും പ്രതിരോധ മരുന്ന് ഒരു കുപ്പിക്കകത്താക്കി വെച്ചിട്ടുണ്ട്. ഏത് പാമ്പ് കടിച്ചാലും ഒറ്റ മരുന്നേ ഉണ്ട്. പൊതുവെ ആൾക്കാരാണെങ്കിൽ ഈ പേഷ്യന്റിനെ കൊണ്ടുപോകുന്നതോടൊപ്പം ആ കടിച്ച പാമ്പിനോടെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് സമയം ലേറ്റ് ആക്കാറുണ്ട്. ചെയ്യരുത്. എത്രയും പെട്ടെന്ന് ആളെ എടുത്ത് വണ്ടി കയറ്റി കൊണ്ടുപോവുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. പേഷ്യന്റ് ഓടരുത്. പാമ്പ് കടിയേറ്റ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഓടരുത്, ചാടരുത്, നടക്കരുത്, ടെൻഷൻ അടിക്കരുത്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ടെൻഷൻ അടിപ്പിക്കരുത്. അദ്ദേഹത്തിന് കൂളാക്കുക. നമ്മുടെ ഗോൾഡൻ അവേഴ്സ് എന്ന് പറയത്തില്ല, നമ്മൾ ഒരു ജീവൻ രക്ഷിക്കാനായിട്ടുള്ള ഏറ്റവും അടിയന്തിരമായിട്ടുള്ള സമയങ്ങളാണ് ആദ്യത്തെ മണിക്കൂറുകൾ എന്ന് പറയുന്നത്. ഈ അവസാനം കടി കിട്ടിയ നമ്മുടെ കുഞ്ഞരിഞ്ഞ മരിച്ചുപോയ കുഞ്ഞരിഞ്ഞൻ പോലും മരിച്ചതെന്ന് പറയുന്നത് ആ ഗോൾഡൻ അവേഴ്സ് ഇല്ലാതായതുകൊണ്ടാണ്. പൊതുവെ ശംഖുവരയൻ ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നില്ല. 140ഓളം കോളുകൾ ഈ 2 ദിവസങ്ങളായിട്ട് വന്നിട്ടുണ്ട്. ശംഖുവരയൻ എന്ന് പറയപ്പെടുന്നത് പൊതുവെ പാമ്പുകൾ കടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര വേദന, അഴലൊക്കെയാണ്. പക്ഷെ ശംഖുവരയൻ പാമ്പിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പൊതുവെ പാമ്പുകളുടെ മുൻവശത്ത്, തലയുടെ മുൻവശത്തായിരിക്കും പല്ലുകളുള്ളത്. ശംഖുവരയന്റെ അകത്താണ് പല്ലുകളുള്ളത്. അതോടൊപ്പം തന്നെ കടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കട്ടുകൊമ്പ് കടിക്കുന്ന ഒരു വേദന ഉണ്ടാവാറുള്ളൂ. മറ്റേതുപോലെ ഭയങ്കര നീറ്റിലോ അഴലക്കോ ഒന്നും ഉണ്ടാകാറില്ല. അതോടൊപ്പം തന്നെ ഈ പല്ലിന്റെ പാടുകൾ പൊതുവെ കാണാറില്ല ശംഖുവരയന്റെ. അതുകൊണ്ടാണ് ശംഖുവരയൻ കടിച്ചു കഴിഞ്ഞാൽ നമ്മൾ കടിക്കുന്നതായിട്ട് കണ്ടില്ലെന്നുണ്ടെങ്കിൽ അത് മരണത്തിനുള്ള സാധ്യത കൂടുതലാണ്. അതോടൊപ്പം തന്നെ ശംഖുവരയന്റെ വിഷത്തിന്റെ പ്രത്യേകത ഉണ്ട്. നമ്മൾ പെട്രോള്, ഡീസല്, മണ്ണെണ്ണ എന്നിങ്ങനെ പറയത്തില്ലേ, അതിൽ വീര്യം കൂടിയത് പെട്രോളിനാണല്ലോ. അതേപോലെ തന്നെ വീര്യം കൂടുതലാണ്. എന്ന് വെച്ചാൽ 100 കിലോ ഉള്ള ഒരാൾക്ക് 23 mg വേന അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ശംഖുവരയൻ കുത്തിവെച്ചാൽ മരണകാരണമാവാം. അതേസമയം മൂർഖനാണെങ്കിൽ ഏകദേശം 25 mg മുതൽ 100 കിലോ ഉള്ള ആൾക്ക് 25 mg മുതൽ 85 mg വരെയാണ്. പൊതുവെ 50 mg എന്നുള്ള ആ ഒരു കണക്കിൽ, എന്ന് വെച്ചാൽ 100 കിലോ ഉള്ള ആൾക്ക് 50 മില്ലിഗ്രാം ഇഞ്ചക്ട് ചെയ്താൽ അദ്ദേഹം മരിക്കാറുള്ളൂ. ഈ ജനവാസ മേഖലയിൽ കൂടുതലായിട്ട് പാമ്പുകൾ കയറി വരാറുള്ളത്. അപ്പോൾ വീടിനുള്ളിലേക്ക് മണ്ണെണ്ണ പോലുള്ള കാര്യങ്ങൾ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ടോ? നമ്മുടെ ജനവാസ മേഖലകളിൽ ഈ പാമ്പ് വരുന്നതെന്ന് പറഞ്ഞാൽ അതിന്റെ ആഹാരം, നമ്മളുടെ വീട്ടിലെ നമ്മുടെ വ്യക്തി ശുചിത്വം അതോടൊപ്പം തന്നെ പരിസര ശുചിത്വമാണ് ഈ പാമ്പ് കടി ഏൽക്കാനായിട്ടുള്ള സാഹചര്യം ഒരുക്കുന്നത്. കാരണം നമ്മൾ വീട് വൃത്തിയാക്കാതെ അല്ലെങ്കിൽ നമ്മുടെ ആഹാരത്തിന്റെ വേസ്റ്റുകൾ എവിടെങ്കിലും വീടിന്റെ ഏതെങ്കിലും ഒരു മൂലയ്ക്കോ സൈഡിലോ കൊണ്ടുവന്ന് വലിച്ചെറിയും. ഈ ആഹാരത്തിന്റെ വേസ്റ്റുകൾ ഇതിനായിട്ട് എലി വരും. പാമ്പുകളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരമാണ് എലി എന്ന് പറയുന്നത്. ആ എലിയെ തേടി പാമ്പ് നമ്മളുടെ വീട്ടിനകത്തോട്ടോ അല്ലെങ്കിൽ പരിസരത്തോട്ടോ വരും. ആ സമയങ്ങളിലായിരിക്കും നമ്മൾ അതിനെ അറിയാതെ ചവിട്ടുന്നത്. പാമ്പ് കടി ഏൽക്കാതിരിക്കാൻ ഒറ്റ കാര്യം ചെയ്താൽ മതി. കണ്ണുകൊണ്ട് കാണുന്നിടത്ത് നമ്മുടെ സ്റ്റെപ്പ് എടുത്ത് വെക്കാവും. പാമ്പുകളെ കൂടുതലും നൊക്ടേണൽ എന്നാണ് വിളിക്കുന്നത്. ചേര പോലുള്ള പാമ്പുകൾ ഡയോണലാണ്, പകൽ സമയങ്ങളിൽ ആക്റ്റീവായിട്ടുള്ള പാമ്പുകളാണ്. പക്ഷെ മൂർഖൻ അല്ലെങ്കിൽ അണലി അല്ലെങ്കിൽ വിഷപ്പാമ്പുകളെല്ലാം എന്ന് വെച്ചാൽ നൊക്ടേണലാണ്, രാത്രി സഞ്ചാരികളാണ്. വൈകിട്ട് 5 മുതൽ വെളുപ്പാറ് 8 മണി വരെയാണ് പൊതുവെ പാമ്പുകൾ പുറത്തിറങ്ങുന്നത്. നേരത്തെ പറഞ്ഞാൽ ഇര തേടാനും പടം പൊടിക്കാനും ഇണ ചേരാനും വെള്ളം കുടിക്കാനുമായിട്ടൊക്കെയാണ് വരുന്നത്. ഇത് ഏതെങ്കിലും കിട്ടാതെ വരുന്നതാണ് പകൽ സമയങ്ങളിൽ നമ്മുടെ കണ്ണിപ്പെടുന്നത്. പകൽ സമയങ്ങളിൽ നമ്മുടെ കണ്ണിപ്പെടുന്നതെന്ന് പറഞ്ഞാൽ ഇതിന്റെ ആഹാരമോ അങ്ങനെയുള്ള എന്തെങ്കിലും സാധനം കിട്ടാതെ വരുമ്പോഴാണ് പകൽ നമ്മുടെ കണ്ണിപ്പെടുന്നത്. ഈ പ്രേമിൻ്റെ വാക്കുകൾ നമ്മൾ കേട്ടല്ലോ. ഈ ഇടയ്ക്കായിരുന്നു കൊട്ടാരക്കരയിൽ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാർത്ത എടുക്കാൻ വേണ്ടി നിൽക്കുമ്പോഴായിരുന്നു പനവേലി എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ഒരു വീട്ടമ്മ
ഏകദേശം ഒരു 6:30 മണിയോടുകൂടി മീൻ കണ്ടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ആ സന്ദർഭങ്ങളിൽ ആ മീൻ കട്ടിച്ചതിന് ശേഷമുള്ള അതിൻ്റെ തലയൊക്കെ പൂച്ചയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്നപ്പോഴായിരുന്നു തൊട്ടടുത്ത് വന്നൊരു മൂർഖൻ പാമ്പിരുന്നു. പക്ഷേ ആ പൂച്ചയായിരുന്നു ആ അമ്മയെ രക്ഷിച്ചത്. അത് ശരിയാണ്, ഞാൻ ആ വാർത്ത കണ്ടായിരുന്നു. നമുക്കിപ്പോൾ ഉള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കൊല്ലം ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വേനൽ കടുക്കുകയാണ്. ഇപ്പോൾ കൊല്ലം ജില്ലയിൽ ആൻറ്റിവനമുള്ള ഹോസ്പിറ്റലുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊല്ലം ജില്ലാ ഹോസ്പിറ്റലുണ്ട്, കൊട്ടാരക്കര താലൂക്ക് ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി താലൂക്ക് ഹോസ്പിറ്റൽ, പൊല്ലൂർ താലൂക്ക് ഹോസ്പിറ്റൽ, അതുപോലെ തന്നെ ശാസ്താംകോട്ട താലൂക്ക് ഹോസ്പിറ്റൽ, ഈ ഹോസ്പിറ്റലുകളൊക്കെ ഉണ്ട്. അതുകൂടെ തന്നെ പാരിപ്പള്ളി കൊട്ടിയം മെഡിക്കൽ കോളേജിലുണ്ട്, ഹോളി ക്രോസിൽ കൊട്ടിയം ഹോളി ക്രോസ് ഹോസ്പിറ്റലുണ്ട്. അപ്പം ഇത്രയും സ്ഥലങ്ങളിൽ ആൻറ്റിവനം ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ചൂട് കൂടുമ്പം നമ്മുടെ ആവാസ വ്യവസ്ഥയ്ക്കുണ്ടാകുന്ന മാറ്റങ്ങൾ ഒരുപാടുണ്ട്. നമ്മുടെ ചുറ്റുപാടുമുള്ള ജീവജാലങ്ങൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾ ഒരുപാടുണ്ട്. അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ ജീവിതം ക്രമീകരിക്കേണ്ടതുണ്ട്. ക്രൈം ഡെസ്കിൽ നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ചർച്ച ഇപ്പോൾ എടുത്തത് എന്ന് ചോദിച്ചാൽ, നിരവധി മരണങ്ങളാണ് ഈ പാമ്പ് കടിയേറ്റ് നമുക്കിപ്പോൾ സംഭവിക്കുന്നത്. ഇനിയൊരു ജീവനും പൊലിയാതിരിക്കട്ടെ, ജാഗ്രതയോടെ മുന്നോട്ട് പോകാം.